ഫിലിം ഗാരേജിന്റെ 2 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ പത്താൻ സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ഫൈറ്റർ. ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ, അനിൽ കപൂർ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ അതായത് ആദ്യ ആഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 7 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 252 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ച കളക്ഷൻ എന്ന് പറയാമെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റും ഏകദേശം 200-250 കോടി റേഞ്ചിലാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് കുതിക്കാനായിട്ടുണ്ട് സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാൻ എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പത്താൻ തരംഗം വെച്ച് നോക്കുമ്പോൾ അതിന്റെ പകുതി തരംഗമേ നിലവിൽ ഫൈറ്റർ തിയേറ്ററുകളിൽ സൃഷ്ടിക്കുന്നുള്ളൂ. എന്തായാലും ഫൈനൽ എല്ലാം തന്നെ 500 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഗൾഫ് നാടുകളിലെ വിലക്ക് സിനിമയ്ക്ക് തിരിച്ചടിയാണെങ്കിൽ പോലും വരുന്ന ഞായറാഴ്ചയോടെ 300 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയുടേതായിട്ട് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ട് മലൈക്കോട്ടെ വാലിബന്റേതാണ്. ലാലേട്ടനെ നായകനാക്കി ലിജി ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഷിബു ബേബി ജോൺ നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയായ വാലിബന്റെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്നലെ രാത്രി എസ്റ്റിമേറ്റ് ചെയ്ത കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളിലേക്കാണ് സിനിമ എത്തപ്പെട്ടിരിക്കുന്നത്. കേരള കളക്ഷൻ പ്രതീക്ഷിച്ചതുപോലെ 7 ദിവസങ്ങൾ കൊണ്ട് 12 കോടി രൂപയ്ക്ക് മുകളിലേക്കും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ 26 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ നമ്മുടെ മലയാളി സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തിയ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ തിയേറ്ററുകളിലെ വൻ പരാജയമാണ് നിലവിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും മലൈക്കോട്ടെ വാലിബന്റെ ഫൈനൽ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാൽ.